ഡോക്ടർ ഐസക് ജോൺ, ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങിപ്പോകാം എന്നതിൻ്റെ ആശ്വാസത്തിലാണ് എന്ന് തോന്നുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഹോർമുസ് തുറന്നതിൻ്റെ ആശ്വാസം അനുഭവിക്കുന്നുണ്ട്. നോർമലൈസ് ചെയ്യാം ഈ സിറ്റുവേഷൻ എന്ന് കരുതിയിരിക്കുമ്പോഴും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് അതേപോലെ തന്നെ ഇറാനും മറുപടികൾ നൽകുന്നുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമ്പോൾ തന്നെ ഖമനയുടെ മരണത്തിന് പകരം ചോദിക്കും എന്ന് IRGC പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രകോപനങ്ങൾക്കും തത്തുല്യമായ മറുപടി IRGC അല്ലെങ്കിൽ ഇറാന്റെ നേതാക്കൾ നൽകുന്നത് നമ്മൾ കാണുകയാണ്. സമാധാന ചർച്ചയും ഭീഷണിയും ഒരുമിച്ച് നടക്കുമോ? അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞു തുടങ്ങട്ടെ. അതായത് ഇറാന്റെ ഭാഗത്തു നിന്നും നല്ലൊരു മറുപടി ഉണ്ടായി. അവർ പറഞ്ഞു, ചരിത്രം ബോധമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു രാജ്യത്തിലെ ഭരണതലവനിൽ നിന്ന് ഇതിൽ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ട്. എങ്കിലും ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇത് ഇപ്പോഴത്തെ ഈ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു വിരാമം മാത്രമാണ്. യുദ്ധത്തിൽ നിന്നുള്ള വിരാമമാണ്. ഒരു ധാരണ മാത്രമാണ്, ഒരു കരാറിലായിട്ടില്ല. അപ്പൊ അങ്ങനെ ഉള്ള അവസ്ഥയിൽ ഇവിടെ എല്ലാ പ്രവചനത്തിനും അതീതമായിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഇറാനിലെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അത് ഒരു 6 മാസത്തിന് മുമ്പാണ് ഇത് സംഭവിച്ചെങ്കിൽ ഇത്രമാത്രം ജനങ്ങളുടെ ഒരു വലിയ ഒരു കൂട്ടായിട്ടുള്ള ഒരു വലിയൊരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ് ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം ഇറാൻ ആഭ്യന്തര കലഹത്തിന്റെ കൊണ്ട് അത് പ്രതിമുട്ട് ഈ 6 മാസം ട്രംപ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ 6 മാസം കൊണ്ട് ചിലപ്പം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ വളരെ ഛിന്നഭിന്നമായി പോകേണ്ട ഒരു അവസ്ഥയിൽ നിന്നും ഇറാന്റെ ഐക്യത്തെ കൂട്ടി ഉറപ്പിക്കുവാനായിട്ട് ഇപ്പം കാണുന്ന ഈ ഐക്യവും ഈ ജനങ്ങളുടെ പിന്തുണയും ഊട്ടി ഉറപ്പിക്കാൻ ട്രംപിന്റെ കൊണ്ടാണ് സാധിച്ചത്. അല്ല, ഒരു പക്ഷേ അന്ന് ജനുവരിയിൽ അവിടെ നടന്ന എത്ര വലിയ ഒരു വിപ്ലവമായിരുന്നു, റവല്യൂഷനായിരുന്നു, ആഭ്യന്തര കലഹമല്ലായിരുന്നു. അതുപോലെ ഇറാൻ എന്ന് പറഞ്ഞ അവരുടെ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒരു അവസ്ഥ ഏറ്റവും ദയനീയമായ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് അവർക്ക് വേണ്ട വീര്യവും ഒരു സോളിഡാരിറ്റി കൂട്ടാനും ഒക്കെ സഹായിച്ചത് ട്രംപിന്റെ ആ യുദ്ധം കൊണ്ടാണ്. ട്രംപ് അന്ന് ഫെബ്രുവരി 28 കാണിച്ചുകൊണ്ടാണ്. അപ്പൊ ഇറാൻ ജനത എങ്കിലും അവിടുത്തെ സിറ്റുവേഷൻ വളരെ കൂടുതൽ ശക്തമാണെന്നല്ല പറയുന്നത്. അപ്പൊ ഖമേനിയുടെ മരണത്തോടു കൂടി അത് ഈ ജനങ്ങളെല്ലാം കൂടുതൽ എന്ത് ചെയ്തു, അവര് കൺസോളിഡേറ്റ് ചെയ്ത് ഇറാൻ ഭരണകൂടത്തിന് താൽക്കാലികമായിട്ടെങ്കിലും അവർ പിന്തുണ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഗൾഫിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഫോക്കൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമാണ് ഇതിന്റെ ഏറ്റവും സെൻട്രൽ പോയിന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് അത് മാറി ഇന്ന് ഹോർമൂസ് കടലിടുക്കാണ് ഏറ്റവും വലിയ തന്ത്രപ്രധാനമായിട്ട് അർഹിക്കുന്നത്. അപ്പൊ ഇറാന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഇറാന്റെ കയ്യിൽ ഒരു പുതിയ വെപ്പണൈസിങ് ഹോർമൂസ് സ്ട്രെയിറ്റ്. അത് ഇത്ര ന്യൂക്ലിയർ വെപ്പണേക്കായാലും വലിയ മാരക ശക്തി ഉണ്ടെന്ന്, ലോക സമ്പദ്ഘടനയെ മൊത്തം മാറ്റിമറിക്കാനുള്ള കഴിവുണ്ടെന്നും ഇറാന് തിരിച്ചറിവ് വന്നു. ഇനി അവരെ അതിൽ നിന്ന് മാറ്റാൻ ഒക്കത്തില്ല. ഇതുവരെ ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നത്. ഇപ്പൊ അവർക്ക് അവരുടെ അങ്ങനൊരു മൂർച്ചയേറിയ ഒരു ആയുധം കിട്ടിയെന്നുള്ള ഒരു തോന്നലുള്ളതുകൊണ്ട് ഇനി അവര് ഇറാനെ ഒരു സാധാരണ രീതിയിൽ ഒതുക്കാനൊക്കത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രക്രിയയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത് ഈ രീതിയിലുള്ള ഒരു സമാധാനം ആയിട്ടില്ല. എന്നാൽ ഒരു താൽക്കാലിക വിരാമം ഉണ്ടായിട്ടുണ്ട്. ഈ വിരാമം 2 കൂട്ടർക്കും ആവശ്യമാണ്. ഇറാനെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ മുറിവ് ഉണക്കാനും അവരുടെ നാശനഷ്ടങ്ങളിൽ നിന്നും അവരുടെ അതിൽ നിന്ന് കരകയറാനുള്ള ഒരു ബ്രീത്തിങ് സ്പേസ് അവർക്ക് കിട്ടും. അമേരിക്കയെ സംബന്ധിച്ചോളം അവർക്ക് കാണിച്ചു കൊടുക്കണം, ഇപ്പൊ മിഡ് ടൈം ഇലക്ഷൻ മുമ്പായിട്ട് ഞങ്ങള് ഇറാന്റെ സമ്മർദ്ദത്തിനൊന്നും വീണില്ല, ഞങ്ങൾ വീണ്ടും ഈ ഒരു സമാധാനം കൊണ്ടുവരുന്നു, ലോക സമ്പദ് വ്യവസ്ഥ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു, ഹോർമൂസ് ഞങ്ങൾ വീണ്ടും തുറന്നു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് കാണിക്കാനായിട്ടുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരമായിട്ടില്ല. ഇപ്പം തന്നെ ഈ 2 കൂട്ടരുള്ള നേരിട്ടുള്ള ചർച്ച എന്തുകൊണ്ടില്ല? കാരണം അവർ അത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ദ ഡെപ്ത് ഓഫ് ദെയർ മിസ്ട്രസ്റ്റ് അതാണ് കാണിക്കുന്നത്. അവര് ഇതുവരെ ഇപ്പോഴും മധ്യസ്ഥരെ കൂടിയാണ് ഖത്തറിൽ ഇപ്പൊ ദോഹയിൽ നടക്കുന്ന ചർച്ചകൾ അതാണ് നടക്കുന്നത്. കാരണം അവർ തമ്മിൽ ഇതുവരെ അവർ ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യാനുള്ള പോലുമുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. ഇന്ന് ഇതിനെല്ലാം ഉപരിയായിട്ട് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചോളം വേണ്ടത് എന്താണ്? ഒരു ന്യൂക്ലിയർ ഇല്ലാത്ത ഒരു ഇറാൻ വേണം.
അവരുടെ സുരക്ഷയ്ക്ക് അത് ആവശ്യമാണ്. അവരുടെ പിന്നെ ഇവിടുത്തെ റീജിയണൽ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു പുതിയ റീഅലൈൻമെന്റ് വേണം. പിന്നെ ഇവിടുത്തെ പവർ ബാലൻസ്, ആ പവർ ബാലൻസ് ഒന്ന് വളരെ അതിനെക്കുറിച്ച് ഒരു റീകാലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല അവരെ സംബന്ധിച്ചുള്ള യുദ്ധം വേണ്ട, യുദ്ധം ഉണ്ടെങ്കിൽ അവരുടെ സമ്പദ്ഘടനയ്ക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മാത്രമല്ല അവർ ഇറാനെ ഇങ്ങനെ ഒറ്റപ്പെട്ട നിലയിൽ വിട്ടുകഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇറാനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പിന്നെ പൊളിറ്റിക്കൽ ഒരു ഇക്കോസിസ്റ്റമാണ് ഗൾഫ് രാജ്യങ്ങളുടെ മുൻഗണന. അവർ വേണമെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായിരിക്കും, ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവരെ സംബന്ധിച്ചോളം ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര ലക്ഷങ്ങൾ, എത്ര കോടികളാണ് അവർക്ക് വരുമാനം ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ നിക്ഷേപകരിൽ നിന്നും ഇവിടെയുള്ള ബാക്കിയുള്ള അവരുടെ എക്കണോമിക് ഏൽക്കുന്ന പരിക്ക് ഇറിപ്പയറബിൾ ആണ്, ഒറ്റയടിക്ക് മാറ്റാനൊക്കത്തില്ല. ഇന്നിപ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം ഇറാനോ US-ഓ ഇസ്രായേലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നുമല്ല, അവരുടെ ഇവിടുത്തെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ സ്വന്തത്തിലുള്ള അവരുടെ സെക്യൂരിറ്റിയാണ്, അവരുടെ നിലനിൽപ്പ്, അവരുടെ പിന്നെ മാത്രമല്ല റീജിയണൽ കോൺഫ്ലിക്റ്റിലേക്ക് പോകാതെ ഇതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇവിടുത്തെ സമ്പദ്ഘടനയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് ഏത് വിട്ടുവീഴ്ചയ്ക്കും എത്ര വിട്ടുവീഴ്ച US ചെയ്താലും അവരതിന് തയ്യാറാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള കാര്യം ഹോർമൂസ് തുറന്നു കൊടുക്കണം. അവിടെ ഇറാൻ ഒരു കൺട്രോളും പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇറാന്റെ ന്യൂക്ലിയർ വെപ്പണിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവരണം. അതിപ്പോൾ സെക്കൻഡറി ആയിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം അതായിരുന്നു അതിന്റെ ഫോക്കൽ പോയിന്റ്, ഇപ്പോൾ അത് സെക്കൻഡറി ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നീട് അവർക്ക് ആവശ്യമുള്ള എന്താണ്, ഇറാനുമായിട്ടുള്ള ഒരു വ്യാപാര പുനഃസ്ഥാപിക്കണം. കാരണം UAE പോലെയുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പണ്ട് ത്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് ഇറാനിലേക്കുള്ള റീ എക്സ്പോർട്ട് മൂലമായിരുന്നു. അത് ഈ സാങ്ഷൻസ് ഒക്കെ വന്നതിന് ശേഷം അതില്ലാതായി. ഇറാനെ സംബന്ധിച്ചോളം വേണ്ട എന്താണ്, അവരുടെ ഈ സാങ്ഷൻസ് മാറ്റുക, അതായത് സാമ്പത്തിക പ്രതിരോധം പിൻവലിക്കുക, അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത അസറ്റ്സ് റിലീസ് ചെയ്യുക, പിന്നീടുള്ള അവരുടെ ന്യൂക്ലിയർ അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഓയിൽ ഇൻസ്റ്റലേഷൻ അറ്റാക്ക് ചെയ്തിരിക്കുക. ഇത് രണ്ടു കൂട്ടർക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇറാൻ അപ്പൊ ഇവിടെ ഇപ്പോഴും നിൽക്കുന്നത് തോന്നുകയാണെങ്കിൽ ഇപ്പം ഒരു 3 സിനേറിയ ഞാൻ കാണുന്ന 3 സിനേറിയയിൽ ഒന്ന്, ഇതേപോലെയുള്ള താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ കുറച്ച് നാളും കൂടെ മുന്നോട്ട് പോകും. അത് വീണ്ടും ഇറ്റ് വുഡ് ബി എ റോളിംഗ് സിസ്റ്റം. 2 മാസം കഴിഞ്ഞ് വീണ്ടും അത് നീട്ടിക്കൊടുക്കും. പിന്നീടുള്ളെങ്കിൽ പണ്ടത്തെ സോവിയറ്റ് യൂണിയനും US തമ്മിലുള്ള കോൾഡ് വാർ, ഒരു ഡിക്റ്റാറ്റ് എന്ന് പറയും, ആ സമയത്ത് ഉണ്ടായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ആക്രമിക്കത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പൊ കോൾഡ് പീസ് എന്ന് പറയും, ശീത സമാധാനം. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്, ശീത സമാധാനം. ഈ ആ സിനേറിയാകാം. മൂന്നാമത്തേതാണ്, പക്ഷെ അതിനും പ്രശ്നങ്ങളുണ്ട്. എവിടെയെങ്കിലും ഇറാന്റെ പ്രോക്സികൾ എവിടെയെങ്കിലും ഒരു ആക്രമണം അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അത് തീരും. ഇസ്രായേൽ എവിടെയെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് തീരും. ഇത്ര ഫ്രജൈലാണ് ഇപ്പോഴത്തെ സിസ്റ്റം. മൂന്നാമത്തെയാണെങ്കിൽ വീണ്ടും ഒരു എസ്കലേഷനാണ്. അതാണ് ഏറ്റവും ഭയാനകമാകാൻ പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഈ കോൺഫ്ലിക്റ്റ് ഒരു റീജിയണൽ ലെവലിലേക്ക് പോകും. അത് പോകാതിരിക്കാനാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും, ഈ 6 ഗൾഫ് GCC രാജ്യങ്ങളും ബാക്കിയുള്ളവരുടെ എല്ലാം താല്പര്യം അതാണ്. തീർച്ചയായും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.